ഹായ് യേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ വന്നിട്ടുള്ളത് മനസ്സിൽ പോലും ചിന്തിക്കാത്ത കുറച്ചധികം നല്ല നല്ല കിച്ചൺ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലത്ത് കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ മെഴുകുതിരിയൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പിന്നെ കുറേ സമയം കറണ്ട് വരാതിരിക്കുമ്പോൾ കുറച്ചധികം മെഴുകുതിരി നമുക്ക് വേണ്ടതായിട്ട് വരും. എന്നാൽ ഇതുപോലെ നമ്മൾ കുറച്ച് സമയം ഫ്രീസറിൽ മെഴുകുതിരി വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെക്കാതെ എത്ര സമയം കത്തിക്കുകയോ അതിനേക്കാൾ കൂടുതൽ സമയം നിന്ന് കത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു മൺചിരാതോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ അത് ഉരുകി നമ്മളുടെ കൗണ്ടർ ടോപ്പിലോ ടേബിളിലോ എവിടെയുമായി വൃത്തികേടാവുന്നതല്ല. നമ്മളെ കൗണ്ടർ ടോപ്പിലോ ടേബിളിലൊക്കെ മെഴുകുതിരി ഉരുകിയതായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഐസ് ക്യൂബ് ഉപയോഗിച്ചൊന്ന് ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയി വരും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടുജോലികൾ എളുപ്പമാകാൻ വേണ്ടിയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് കുക്കർ. അത് ഉപയോഗിക്കേണ്ടതായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വലിയ അപകടം തന്നെ വിളിച്ചു വരുത്തുന്നതാണ്. നമ്മൾ കുക്കറിൽ പെട്ടെന്ന് പരിപ്പ് അതുപോലെ തന്നെ ചെറിയ അരിയില്ലേ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ പെട്ടെന്ന് അങ്ങ് കുക്കറിൽ എടുത്ത് വെച്ചിട്ട് അങ്ങ് വിസിലടിക്കുകയായിരിക്കും ചെയ്യുന്നത്. എന്നാൽ ആ വിസിലിൻ്റെ ഇടയിലൊക്കെ പോയിട്ട് അത് ആ വിസിലിൻ്റെ ഉള്ളിലൊക്കെ അടഞ്ഞിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ വിസിൽ വരുന്ന സമയത്ത് പതഞ്ഞു പൊങ്ങാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് എണ്ണ നമ്മളൊന്ന് വാസറിലും അതുപോലെ തന്നെ കുക്കറിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ പതഞ്ഞു പൊങ്ങിപ്പോകുന്ന ആ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലൊന്ന് കറി വേവിച്ച് കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ, എണ്ണ ആക്കി കൊടുത്തുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും തിളച്ച് തൂവിപ്പോയിട്ടില്ല. ഈ കുക്കറിൻ്റെ മൂടിയിലും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുക്കർ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കഴുകി വിസിലിൻ്റെ ഉള്ളിൽ വല്ല അടപ്പുകളും ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കുക്ക് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലമായാൽ തന്നെ നമുക്ക് വലിയൊരു പ്രശ്നമാണല്ലേ പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കുമ്പോൾ അത് ചീഞ്ഞു പോകുക എന്നുള്ളത്. അതുപോലെ സവാളയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നതുമല്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് അധികം വാങ്ങിച്ച് വെക്കുന്നൊക്കെ സമയത്ത് അത് പെട്ടെന്ന് അത് ചീഞ്ഞു പോകുന്നതാണ്. സവാള മാത്രമല്ല, കിഴങ്ങായാലും അതുപോലെ തന്നെ വെളുത്തുള്ളി ആയാലും ചെറിയുള്ളി ആയാലും ഒക്കെ ഇതുപോലെ തന്നെയാണല്ലേ. അപ്പോൾ ഗ്യാസിൽ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടായിരിക്കില്ലേ ഈ സ്ഥലത്ത്. അപ്പോൾ ചെയ്യാനായി തുടങ്ങി അതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണെങ്കിലും ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് കേടാവാതെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സി ജാറൊക്കെ ഒന്ന് കഴുകി നമ്മൾ കമഴ്ത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ക്യാബേജ് അരിഞ്ഞെടുക്കുക എന്നുള്ളത് നല്ലൊരു ടാസ്ക് ആണല്ലേ. എല്ലാം ഒരേ രീതിയിൽ ഒരേ അളവിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കത്തി വെച്ചൊക്കെ നമ്മൾ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറേ സമയം പിടിക്കുന്നതാണ്. എന്നാൽ ഇതുപോലൊരു പീലർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ നല്ല തിന്നായിട്ടും എല്ലാം ഒരേ രീതിയിലും ഒരേ വലിപ്പത്തിലും തിന്നായിട്ടും നമുക്ക് അതുപോലെ ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നതാണ്. അല്ലെങ്കിൽ 2 കഷ്ണങ്ങളായി ഒന്ന് മുറിച്ചെടുത്തതിന് ശേഷം സ്ലൈസർ ഉപയോഗിച്ചൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. മഴക്കാലമായാൽ തന്നെ നമുക്ക് എത്ര ക്ലിപ്പ് ഉണ്ടായാലും തികയില്ല അല്ലേ. എന്നാൽ ഈ രീതിയിലൊരു നമ്മൾ വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള പേനയുടെ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തുണിയിൽ ഇതുപോലെ ഒന്ന് കുത്തിക്കെടുക്കാവുന്നതാണ്. ഇതിന് പകരമായിട്ട് സേഫ്റ്റി പിന്നും അതുപോലെ തന്നെ നമ്മളെ മക്കളൊക്കെ തലയിൽ ഉപയോഗിക്കുന്ന ടിക് ടാക് ക്ലിപ്പൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മഴക്കാലത്ത് കുറേ അധികം തുണികൾ ഉണക്കാനിടുന്ന സമയത്ത് വാഷ് ക്ലിപ്പ് ഒന്നും തിരഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വലിച്ചെറിയാൻ വെച്ചിട്ടുള്ള ഒരു പേനയുടെ മൂടി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അത് മാത്രമല്ല 2 കർട്ടൻ പീസുകൾ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ രീതിയിൽ പെൻ ക്യാപ്പ് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ ഇടിച്ചക്കൊക്കെ മുറിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ നന്നായിട്ട് വിളഞ്ഞൊട്ടി പിടിക്കുകയല്ലേ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലെ നന്നായിട്ട് എണ്ണ നമ്മുടെ കൈകളിലും അതുപോലെ തന്നെ കത്തിയിലൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും വിളഞ്ഞില്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇടിച്ചക്കയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ റൗണ്ടിലൊന്ന് മുറിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചിലവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുക്കറിലൊക്കെ മുഴുവനായിട്ടും ഇട്ടിട്ട് അതിൻ്റെ തോലൊക്കെ എടുത്ത് അതിനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.
ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് കുറച്ചധികം തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫ്രൈ ആയാലും അതുപോലെ തന്നെ കറി ആയാലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഫ്രീ സമയങ്ങളിൽ അപ്പോൾ ഇതുപോലെ ഇടിച്ചക്കയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ രീതിയിലൊന്ന് ക്ലീനാക്കിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ തിരക്കിട്ട പണികൾക്കിടയിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് ഞാനൊരു കുക്കറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ട് 2-3 പച്ചമുളകും ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള മുതിരയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരമായിട്ട് ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. മുതിര വെന്തതും ആയതുകൊണ്ട് തന്നെ ഒരു 2-3 വിസിലാകുമ്പോഴേക്കും നമ്മളുടെ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ ഇടിച്ചക്കയിലേക്ക് ചെറിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 2 വറ്റൽമുളകും കറിവേപ്പിലയും ഒരിച്ചിരി മുളകും പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് താളിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. വേണമെങ്കിൽ ഈ ചെറിയുള്ളി താളിച്ചെടുക്കുന്ന സമയത്ത് ഒരു 2 വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ളവർക്കൊന്നും ചക്ക കഴിക്കുന്നത് മൂലം യാതൊരു പ്രോബ്ലം വരുന്നതല്ല. അപ്പോൾ നമ്മളുടെ ഇടിച്ചക്കയൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മളുടെ താളിപ്പും കൂടി ചേർത്ത് കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള നല്ലൊരു കിടിലൻ തോരൻ ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ചോറിന് വേറെ കറികളൊന്നും വേണ്ട, ഈ ഒരു തോരന് മാത്രം മതിയാവും. അപ്പോൾ ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് നെല്ലിക്കയാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക കിട്ടുകയാണെങ്കിൽ അത് എടുക്കായിരിക്കും നല്ലത്. അന്നേരം ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമഞ്ഞളാണ്. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം വെറും വയറ്റിൽ രാവിലെ കുടിച്ചു വരികയാണെങ്കിൽ ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഇൻസുലിനൊക്കെ വെക്കുന്നവർക്ക് ഇൻസുലിനൊക്കെ ഒഴിവാക്കിയിട്ട് ഷുഗർ നല്ല നോർമലായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഇല്ലെങ്കിൽ ഇതുപോലെ നെല്ലിക്ക പൊടിയോ നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടും കുടിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക. 100% തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് ഞാൻ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വെറുതെ വലിച്ചെറിയാൻ വെച്ചിട്ടുള്ളായിരുന്ന മൺചിരാത് ഈ രീതിയിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടുക്കളയിൽ ചൂടുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ചൂടുള്ള പാത്രങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റാപ്പല്ലി കൂടുതലായിട്ട് വരുന്നത് ഇതുപോലെ നമ്മുടെ സിങ്കിൻ്റെ ഹോളിലായിരിക്കും. അപ്പോൾ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് കല്ലുപ്പും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ചൂടുവെള്ളം ഈ ഹോളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിന് പിന്നെ പാറ്റാപ്പല്ലിയൊന്നും തന്നെ ആ പരിസരത്തേക്ക് ഇത് വരില്ല. അതുപോലെ തന്നെ നമ്മളുടെ സിങ്ക് പെട്ടെന്ന് ബ്ലോക്ക് ആവില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വെറുതെ വലിച്ചെറിയാൻ വെച്ചിട്ടുണ്ടായിരുന്ന മുട്ടത്തോടാണ്. അത് നന്നായിട്ടൊന്ന് കഴുകി ഉണക്കിയെടുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് പൊടിച്ചൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അന്നേരം അതിലേക്ക് നമ്മളുടെ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുറച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ഒരു പേസ്റ്റിലാണ് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ പല്ലിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ലൊരു നാച്ചുറൽ ഒരു സൊല്യൂഷൻ തന്നെയാണ് ഇതെന്ന് പറയാം. നമ്മുടെ പല്ലുകളിൽ ഉണ്ടാകുന്ന മഞ്ഞക്കറ, ബ്ലാക്ക് മാർക്സ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഇതുപോലൊന്ന് മിക്സ് ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ നമുക്ക് കേടാവാതെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ നമുക്ക് പേടിയില്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു നാച്ചുറൽ സൊല്യൂഷൻ തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. മീനുകളിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു മീനായ മത്തിയും അതുപോലെ തന്നെ നെത്തൽ മീനൊക്കെയാണല്ലേ. എന്നാൽ ഇതുപോലൊരു മൺചിരാത് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്ക് പോലും കൈയൊന്നും മുറിയൊന്നും പേടിയില്ലാതെ വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് കേട്ടോ. ഇതിൻ്റെ ആ സൈഡ് കുറച്ച് ഷാർപ്പായിട്ടായിരിക്കും ഉണ്ടാവുക. അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്താൽ മാത്രം മതി. മീനിൻ്റെ ചെതുമ്പലൊക്കെ നമുക്ക് നന്നായിട്ട് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മീൻ കൊണ്ടുവരികയാണെങ്കിൽ
നമ്മളെ ശരീരത്തിലൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇതുപോലെ വെള്ളത്തിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ മൺചിര അത് ഉപയോഗിച്ചൊന്ന് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ സിങ്കിലെ ദേഹത്തൊന്നും തന്നെ തെറിക്കത്തില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ്. അതുപോലെ മീൻ ഫ്രഷ് ആണോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ആ ചെതൽ ഭാഗത്തൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലഡ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനാണ് എന്ന്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കത്തി വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ക്ലീൻ ചെയ്തെടുക്കുന്നത് ആ രീതിയിൽ തന്നെ നമുക്കിവിടെ ആയി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മീനിൻ്റെ ബാഡ് സ്മെല്ല് കൈകളിൽ നിന്നും പോകാൻ വേണ്ടിയിട്ട് കുറച്ച് പേസ്റ്റോ അല്ലെങ്കിൽ കരിവേപ്പിലയോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കയ്യിലൊന്ന് റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ബാഡ് സ്മെല്ല് അങ്ങ് പോയി കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ കുറച്ചധികം മീറ്റൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ഫ്രീസറിലായിരിക്കും സൂക്ഷിച്ച് വെക്കുന്നത്. കുറച്ചധികം ഉള്ളപ്പോൾ അന്ന് തന്നെ നമ്മളത് കുക്കിങ്ങിനായിട്ട് എടുക്കാറുമില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 രീതികളാണ് കാണിച്ചു തരുന്നത്. ഇത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഉപ്പ് വെതറിയിട്ട് ഇതുപോലെ കണ്ടെയ്നറിൽ അടച്ച് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ മാസങ്ങളോളം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അടുത്തതായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ചെടുത്ത ഇറച്ചിയിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടാണ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും വല്ലാത്തൊരു ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളുടെ ബീഫൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫ്രിഡ്ജില്ലാതെ സൂക്ഷിക്കാൻ പറ്റിയ വേറൊരു ടിപ്പാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അതിന് വേണ്ടിയിട്ട് ഇറച്ചി നമുക്ക് നന്നായിട്ട് വിനാഗിരിയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക. എന്നിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ ഒരു വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം അതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം അതുപോലെ തന്നെ നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൽ നിന്നും എടുത്തതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് ആ പാത്രം ഒന്ന് ഒഴിവാക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഇറച്ചിയൊക്കെ നന്നായിട്ട് ചൂടായി എന്ന് ഉറപ്പ് വരുത്തണം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് പിന്നെ അടച്ച് വെക്കാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ചെയ്ത് 1 മാസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജില്ലാതെ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം വേണമെങ്കിലും എടുത്ത് വെക്കാവുന്നതാണ്. വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഒന്ന് തിളപ്പിച്ച് വെള്ളമൊക്കെ പോയതിന് ശേഷം ഒന്ന് ചൂടാക്കിയതിന് ശേഷം എടുത്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമുള്ളത് ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതൊക്കെ നമ്മളെ മുത്തശ്ശിക്കാലം തൊട്ട് തന്നെ ചെയ്തു വരുന്ന അടിപൊളി ടിപ്പാണ്. പണ്ടൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലാത്തത് കൊണ്ട് ഈ രീതിയിലൊക്കെയാണ് സ്റ്റോർ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.